സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇന്നലെ 3 ജില്ലകളിലായിരുന്നു ഈ ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ മഴ മുന്നറിയിപ്പ് പുതുക്കി കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്നതാണ്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഓറഞ്ച് അലർട്ട്. കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം മാന്നാർ കടലിടുക്കിന് മുകളിലായാണ് ഈ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ഭാഗത്തേക്ക് ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറയുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും അടുത്ത 2 ദിവസം അതിശക്തമായ മഴ സംസ്ഥാനത്തുണ്ടാകും. ഇനിയിപ്പോ എല്ലാവർക്കും ഇവിടെ കൂടാല്ലേ? ഒരു രാത്രിത്തെ കേസടേ, നമുക്ക് പ്രേതപ്പടമൊക്കെ കണ്ടിരിക്കാടേ. ഈ പേടി പിന്നെ നേരിട്ട് കണ്ടിട്ട് പേടിച്ചിട്ടില്ല. പിന്നെ സിനിമ ആര് നീയാ? തള്ളാതെ പോടേ. വിശ്വസിച്ചാൽ പെണങ്ങാതെ പറ. നമ്മൾ അവസാനം താമസിച്ച വീടിന് തൊട്ട് മുന്നേ വേറൊരു വീട് താമസിക്കാൻ എടുക്കരുത്. അധികം തിരക്കും ബഹളമൊന്നും ഇല്ലാത്തൊരു സ്ഥലം, മരവും തണലും. എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ അവിടെ ഭയങ്കര ഇഷ്ടമായി. ഇടകേറി ഞാൻ കളഞ്ഞു പോകും കേട്ടോ. കുറച്ച് അപ്പുറത്തായിട്ട് 1-2 വീടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരൊന്നും നമ്മളെ കണ്ടാൽ മിണ്ടാനൊന്നും വരില്ലായിരുന്നു. 1-2 ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോയി. പിന്നെ വീട്ടിൽ ഓരോരുത്തർക്കായിട്ട് അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. പനിയും ദേഹവേദനയും ഭയങ്കര ക്ഷീണവും. നല്ല കൊതുകുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. കുറേ നാൾ സ്ഥിര ആശുപത്രിയിലായിരുന്നു. പിന്നെ രാത്രി വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ചെറിയ തട്ടുമുട്ടും ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങി. ആദ്യമൊക്കെ നമ്മൾ കരുതി ഇതെന്തെങ്കിലും കീരിയോ മരപ്പെട്ടിയോ ആയിരിക്കും. പിന്നീട് ഒരു ദിവസം രാത്രി ഇതേപോലെ ശബ്ദം കൂടി കൂടി വന്നു. പെട്ടെന്ന് എൻ്റെ വാലിൽ ആരോ വന്ന് മുട്ടി. ഞാൻ പേടിച്ച് പതിയെ ചെന്ന് വാതിൽ തുറന്നു. അത് അമ്മയായിരുന്നു. അച്ഛനെ കാണാനില്ല. അപ്പോഴും ആ ശബ്ദം കേട്ടോണ്ടായിരുന്നു. പതിയെ ചെന്ന് അടുക്കളയിലെ ലൈറ്റ് ഇട്ടു. പിന്നീട് കേട്ടത് അമ്മയുടെ നിലവിളിയായിരുന്നു. അച്ഛൻ ഇങ്ങനെ 2 കൈയും കഴുതി പിടിച്ച് നിലം തൊടാതെ ഉയർന്നു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഞാൻ എന്ത് ചെയ്യേ? ഞാൻ അന്ന് കൊച്ചല്ലായിരുന്നു. അമ്മ ഒന്ന് പിടിച്ചപ്പോൾ അച്ഛൻ താഴെ വീണു. അച്ഛനൊന്നും ഓർമ്മയില്ലായിരുന്നു. പിന്നെ അന്ന് ഫുള്ള് നമ്മൾ പേടിച്ചിരുന്നു. പിറ്റേന്ന് നാട്ടുകാരാണ് വന്ന് പറഞ്ഞത് പണ്ട് ആരൊക്കെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, താമസിക്കാവുന്ന ഓരോരുത്തർക്ക് ഇതേപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നീട് നമ്മളവിടെ നിന്ന് മാറി. എന്നെ ഒന്ന് ടോയ്ലറ്റ് ഡ്രോപ്പ് ചെയ്തു. മച്ചു, ഇതാണ് കറക്റ്റ് ടൈം. ഇപ്പം അവനൊന്ന് പേടിപ്പിച്ച് വിട്ട ആ ജോലി എൻ്റെ കയ്യിൽ. അങ്ങനെ വല്ലതും നടന്ന മച്ചു, അവിടുത്തെ കിളി പോലത്തെ പിള്ളേരെ ഞാൻ കമ്പനിയാക്കി തരും. എന്താ നമ്മളെ പ്ലാൻ? കുറുവ. അതെ മിഴിയഴക് നിറയുണ്ടാടാ, മൊഴിയഴക് പൊയ്യുണ്ടാടാ, നീലക്കടമ്പിലോട്ട് നീരുന്നു നീര.
എവിടെടാ? എവിടെ? ഇവിടെ എങ്ങും ആരും ഇല്ലടാ. സോണി, സോണി, സെറീന, സോണി. അനക്കെ ഇതെന്റെ ചേച്ചി സെറിൻ. ഹായ്. അഷ്ടോടാ. ഹലോ. ഹലോ അളിയ, എവിടാ? ഞാൻ ഓഫീസിലുണ്ടാ. പറ. ആ അല അവിടെ ഉണ്ടാ? ഉണ്ടാ. എന്തൊട്ടി? ഏയ് ചുമ്മാ ചോദിച്ചല്ലേ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാവേ. ഹലോ. അപ്പൊ എല്ലാം പൂർവാവേശത്തിൽ അവിടെ പോകും. ആ അലനെ പേടിച്ച് പമ്പ കിടക്കുന്നു. ഓക്കെ. പോയി നീ പൈപ്പ് പറ. വെള്ളം വീണ ശബ്ദം കേട്ടാൽ ഇറങ്ങി. അപ്പം നമുക്ക് അവനെ പേടിപ്പിക്കാം. ഈ പെരുമഴയത്താ? യു ആർ റൈറ്റ്. പോയി വാതിൽ മുട്ടങ്ങോട്ട്. ഇപ്പോഴേ മുട്ടണോ? പിന്നെ എപ്പോ ഒന്ന് മുട്ട്. കമോൺ, ഒരുമിച്ച് മുട്ടാം. കൂടെ മുട്ടാം. കാറ്റടിച്ചതായിരിക്കും. നീ വാ. എന്ത് പുകമായോ? ഇതാണേത്? കൊതുവിനെ കൊല്ലാൻ വേണ്ടി പോകച്ചായിരിക്കും. ആയിരിക്കും. നീ വാ. എന്തൊരു സൗണ്ട്? നോക്ക്. നീ നോക്ക്. ഒരുമിച്ച് എന്തോന്നാ പുള്ളി ഇവിടെ നടക്കണത്?
നിന്റെ കിളി പോലത്തെ പെണ്ണ് പെണ്ണിനൊക്കെ എന്ത് പറ്റിയണം കാണത്തില്ല സമയത്ത് എങ്ങനെയാണ് ഇത് കാണിക്കാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ പ്രാരങ്ങളെ കുടുംബസംഗമത്തിന് വിളിച്ചു വരുത്തിയിട്ട് ഈ ലോകത്തുള്ള ഏതെങ്കിലും ബാക്കിയുണ്ടാ അയ്യോ ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ല എന്തോ പറ്റി ഇവിടെ ഇനി ഇതായത് ഞാനാ അലൻ വിഷ്ണുണ്ണ നിങ്ങളെന്താ ഇവിടെ? അതാണോ കുഞ്ഞെ ഇവിടുത്തെ വിഷയം? ഇവിടെ എന്തൊക്കെയാണ് പറയുക അത് അവർ നാലുപേരും കൂടെ ഓജ അവിടെ കളിച്ചതാ, ഞാൻ കളിച്ചില്ല. ആദ്യം കളിച്ച് ഒന്നും വന്നില്ല, പിന്നെയും കളിച്ച് ഒന്നും വന്നില്ല, 3-4 വട്ടം വിളിച്ച് ആരും വന്നില്ല. പിന്നെ അത് ആ ബോളെടുത്ത് അനക്കെടുത്ത് എറിഞ്ഞു. അപ്പോൾ തൊട്ട് തുടങ്ങിയ മഴ ഇടി മിന്നലൊക്കെ ഇവിടെ എല്ലാം ഫുള്ള് സൗണ്ടും. കുറെ കഴിഞ്ഞപ്പോൾ അവരെ ക്യാരക്ടറെ മാറി. അവൻ വിളിച്ച ഹോളിവുഡ് പ്രേതങ്ങളെയാണ്. അതാണ് വരെ ലേറ്റ്. നിന്നെ ഒന്നും ചെയ്തില്ല. അത് ഇതെൻ്റെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഈ റൂമിലൊന്നും ഇല്ലാത്തത്. നിങ്ങളൊന്ന് മുകളിലോട്ട് നോക്കിയാണ്. അതൊക്കെ പോട്ട് ചെറുത് നീ എന്തോ കാണിച്ചത്. എടി അവിടെ നിൽക്കാതെ കൊണ്ടുപോവാ.